ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മുംബൈയിൽ ഗണപതിൻ്റെ ഫെസ്റ്റിവലൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഗണപതി എന്ന് പറയുമ്പം മഹാരാഷ്ട്രയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ്. ഇതിന് ശേഷമാണ് അവിടെ നവരാത്രിയും ദിവാലിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഗണപതിൻ്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡെക്കറേഷൻസ്, ഫ്ലവേഴ്സ്, തോരൻസ്, അതിൻ്റെയൊക്കെ കളക്ഷൻസ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും കാണാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെൻ്റെ ചെറിയമ്മയാണ് സുമിത്ര. അപ്പോൾ ചെറിയമ്മ അവിടെ ഇങ്ങനെ എനിക്ക് ഓരോന്നിങ്ങനെ പരിചയപ്പെടുത്തി തരുമായിരുന്നു കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഈ ഓരോരോ ഗണപതികളും ഓരോ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ നമ്പർ ടാഗൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഒരുപാട് തരത്തിലുള്ള ഡിഫറെൻറ്റ് ഫ്രൂട്ട്സും ലീവ്സും, അങ്ങനെ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗണപതി എന്ന് പറഞ്ഞിട്ടുള്ള ഫെസ്റ്റിവൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഗണപതിൻ്റെ പൂജയ്ക്ക് വന്ന പണ്ഡിറ്റാണ്. അപ്പോൾ ഈ പണ്ഡിറ്റാണ് ഇവിടെ പൂജേൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. എല്ലാ ബിൽഡിങ്സിലും ഇതുപോലെ ഇങ്ങനെ എല്ലാവരും രാവിലെ വൈകുന്നേരമൊക്കെ ഇങ്ങനെ പൂജയ്ക്ക് വേണ്ടി തൊഴുക, ആരതി ചെയ്യുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. लंबोदर पीतांबर फड़वर वंदना सरस्वंद वक्त्रतुंड धैर्यना सहस्रवाचावस्वाहेश्वरना संकटी पार भगवानी रक्षा विश्ववरना जय भीम जय मंगलमूर्ति हो श्री मंगलमूर्ति दर्शन मात्रे माना कामना पूर्ति जय देव जय देव दुर्गे दुर्गत भारी तुझे संसारी आराधना दे अम्बे करुणा विस्तारी वारी वारी जन्म नाते वारी हारी पड़लो माता चंदा देवारी जय देवी महिषासुर मर्दिनी हो हत्या सुरमणि सुरमणि सुरवर दे तारक संजीवनी जय देवी त्रिभुवन भूमि माता तुलसी राहे तारी संगे परंतु ना भूल भेगाहे साही विवाद कलिंगा पढ़लो प्रवा हरे हरे राम 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 हरे 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 कृष्णा 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 हरे हरे. അങ്ങനെ ഇത് ആദ്യത്തെ ദിവസത്തെ ആരത്തിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പിന്നെ അതിന് ശേഷം പ്രസാദമൊക്കെ തരും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രസാദമൊക്കെ കഴിച്ചു. ഇന്ന് പൂരി തേപ്പിലായിരുന്നു ഇന്നത്തെ, പിന്നെ മോദകമൊക്കെ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ഗണപതി വെക്കും കേട്ടോ. അപ്പം ഞങ്ങളിവിടെ ചെറിയമ്മൻ്റെ ബിൽഡിങ്ങത്തെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഗണപതി തൊഴാനൊക്കെ പോയിട്ടോ. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത് വിസർജൻ്റെ ദിവസമായിരുന്നു കേട്ടോ. വിസർജനം എന്ന് ഉദ്ദേശിക്കുന്നത് ഗണപതിനെ നമ്മൾ സമുദ്രത്തിലേക്കോ അല്ലെങ്കിൽ പുഴയിലേക്കൊക്കെ കളയുന്നൊരു പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റാച്ച്മെൻ്റൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ ഡിറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണ് ലൈഫിൽ നിന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ വളരെയധികം സങ്കടപ്പെടുന്ന ഒരു പ്രോസസ്സാട്ടോ. നമുക്ക് ഗണപതിൻ്റെ അടുത്ത് ഇങ്ങനെ ചെവിയിൽ നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ പറയാം കേട്ടോ. ശരിക്കും അതൊക്കെ നടക്കുന്ന ഒരു അനുഭവമാണ്. പിന്നെ നമുക്ക് വളരെയധികം സങ്കടമാകും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം ആരതി ചെയ്ത് പൂജ ചെയ്ത് അത്രയും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഗണപതിനെ പെട്ടെന്നൊരു ദിവസം കാണാതെ ആകുമ്പം വല്ലാത്ത അധികം ഒരു വിഷമമായിരിക്കും ഉണ്ടാവുന്നത്.
അപ്പോൾ ഇതുപോലെ മുംബൈയിലെ എത്രയോ സ്ഥലങ്ങളിൽ കോടികളാണ് കേട്ടോ വിസർജനം നടക്കുന്നത്. പിന്നെ വിസർജനം നടക്കുന്നത് ഓൾട്ടർനേറ്റ് ഓഡ് ഡേയ്സിലാണ് നടക്കുക. ഇപ്പോൾ ഒരു ദിവസം നടന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം അടുത്ത വിസർജനം നടക്കുള്ളൂ കേട്ടോ. പിന്നെ വലിയ വലിയ ഗണപതിനെ വെക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ലാസ്റ്റ് ഡേയിൽ മാത്രമേ വിസർജനം നടത്തുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ശക്തി കൂടും. ഓരോ ദിവസം പൂജ ചെയ്ത് ആരതി ചെയ്ത് കഴിയുന്നതോറും ഗണപതിന് ശക്തി കൂടി വരും. അതുകൊണ്ടാണ് വീടുകളിലൊക്കെ വെക്കുന്ന ഗണപതി ഒരു 2, 3, 4, 5 ദിവസം കഴിയുമ്പോഴത്തേക്കും വിസർജനം ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പം അങ്ങനെയാണ് വിസർജൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടപ്പെടുന്ന ഒരു പ്രോസസ്സാണ്. നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ഗണപതി ഫുള്ളായിട്ട് പോകുന്ന സമയത്ത് വളരെയധികം നമുക്കൊരു സങ്കടം തോന്നും കേട്ടോ. അത് നേരിട്ട് കാണുന്ന സമയത്ത് ശരിക്കും കണ്ണ് നിറഞ്ഞു പോകുന്നൊരു സന്ദർഭമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാം. കാരണം ഒരുപാട് പേര് ഇതൊന്നും അറിയാതെ, ഈവൻ ഞാനാണെങ്കിൽ കൂടി ഇതൊന്നും അറിയാതെ ഇരുന്നിരുന്നത്. പക്ഷെ ഇതൊക്കെ കണ്ടതിന് ശേഷം എനിക്കെന്തോ ഗണപതി ഈസ് ലൈക്ക് എ ക്ലോസസ്റ്റ് ഫ്രണ്ട്, അങ്ങനെ ഒരു ഫീലിംഗ് വന്നു കേട്ടോ. അപ്പം ഞാനെന്തോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തത്. ഒരുപാട് ഗണപതികളുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഗണപതിനെ കൊണ്ടുവരുന്ന സമയത്ത് ഡാൻസും പാട്ടും ഹോളി കളേഴ്സൊക്കെ തേച്ചിട്ട് അത്രയും നല്ല എൻജോയബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് കൂടി ആയിരിക്കും അവർ ഒഴുക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരുപാട് പേര് അവിടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ അടുത്ത ബിൽഡിങ്ങിലത്തെ ഗണപതിയുടെ വിസർജനമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കാർഗർ ച രാജ എന്ന് പറഞ്ഞിട്ടുള്ള ഗണപതിനെ കാണാൻ പോയി. വലിയ ഗണപതിയാണ് കേട്ടോ. ലാൽബോഗ് ച രാജേനെ പോലെ തന്നെ വലിയൊരു ഗണപതിയാണ്. ഇവിടെ പോകുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി ഒക്കെ തോന്നും കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങളുടെ ബിൽഡിങ്ങിലത്തെ ഗണപതിൻ്റെ വിസർജനമായിട്ടോ. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കുങ്കുമൊക്കെ തേച്ച് തരും. അതേപോലെ ഇവിടുത്തെ ഗണപതി എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ടബിലാണ് കേട്ടോ ഗണപതി ഫുള്ളായിട്ട് അലിഞ്ഞ് ചേരും. പിന്നെ അത് ചെടികൾക്കൊക്കെ ഒഴിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഈ വെള്ളം റീയൂസ് ചെയ്യണത്. അപ്പോൾ ഗണപതിനെ വിസർജനം ചെയ്യുന്നതിന് മുമ്പ് ബിൽഡിങ് ഫുള്ള് 2-3 റൗണ്ട് പ്രദക്ഷിണമൊക്കെ വെച്ച് പാട്ടൊക്കെ പാടിയിട്ടാട്ടോ വിസർജനം ചെയ്യുക. ഈ 2 ചെറിയ ചെറിയ ഗണപതികളിനെയാണ് നമ്മൾ ഈ ടബിലേക്ക് ആക്കാൻ പോണത് കേട്ടോ. അതേപോലെ ബിൽഡിങ്ങിലും ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു രസമായിരുന്നു കേട്ടോ. ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗണപതിയായിട്ട് അത്രയും അറ്റാച്ച്മെൻറ്റ് വരുന്നൊരു ഫെസ്റ്റിവലാണ്.
അങ്ങനെ ഇതാ നമ്മുടെ ഗണപതിനെ ടബിലേക്കൊക്കെ വെച്ചു കിട്ടും. അതേപോലെ തന്നെ ഇവിടെ എല്ലാ ഷോപ്സിലും എസ്പെഷ്യലി സ്വീറ്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിലൊക്കെ ഇങ്ങനെ മോദകത്തിൻ്റെ ഒരുപാട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ.